എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന വൻപയറാണ്. ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ തരുന്ന ഒരു പയറുവർഗ്ഗങ്ങളിലൊന്നാണ് വൻപയർ. നിങ്ങളിൽ പലരും ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫുഡാണ് വൻപയർ. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വൻപയർ തോരനാണ്. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ വേണം. നമ്മൾ കുറച്ച് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, പിന്നെ ഉള്ളി ചെറുതാണേലും വലുതാണേലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ ഇടാവേ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്ന തേങ്ങയാണ്. തേങ്ങ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി ഇനി കുറച്ച് ഉപ്പ് ചേർക്കാവേ. ഉപ്പിട്ടിട്ട് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇടാവേ. ഇനിയും ചെറുതായിട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ചേർക്കേണ്ട പയറാണ്. വേവിച്ച് വെച്ചേക്കുന്ന പയർ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ വൻപയർ തോരൻ. പയറിൽ തേങ്ങ പിടിക്കാനായിട്ട് പയർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. എൻ്റെ പയറിന് ഇച്ചിരി വേവ് കൂടിപ്പോയി, കുഴപ്പമില്ല. പക്ഷെ എന്നാലും വേവ് കുറച്ച് കൂടുതലാകാതെ നോർമൽ വേവിൽ മതിയേ. ഇപ്പം നമ്മുടെ പയർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ. അപ്പോൾ എല്ലാവർക്കും ബൈ.